സ്വാതന്ത്ര്യത്തിന് മേൽ ഗവൺമെന്റുകൾ ഇടപെടുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി. ഇനി സ്വിറ്റ്സർലൻഡിൽ മുഖാഭരണം ധരിക്കാനാകില്ല. അത് ധരിക്കുന്നത് കുറ്റകരമാക്കി മാറ്റിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ്. മുഖാഭരണം അഥവാ ബുർഖ ധരിച്ചാൽ 1000 സ്വിസ് ഫ്രാങ്ക്, അതായത് ഏകദേശം 95,000 ഇന്ത്യൻ രൂപ പിഴ ഈടാക്കാനുള്ള നിയമമാണിപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നത്. ബുർഖ ബാൻ എന്നറിയപ്പെടുന്ന ഈ നിരോധന നിയമം 2023 തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ വർഷം മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. സ്വിറ്റ്സർലാൻഡ് ഭരണകൂടം ഏകപക്ഷീയമായി എടുത്തതല്ല ഈ നിരോധനം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സുപ്രധാനപ്പെട്ട ഏതൊരു തീരുമാനവും പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഏതൊരു തീരുമാനത്തിലും പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നു. അത്തരത്തിൽ പൊതുജനത്തിന്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഈ നിരോധനം സ്വിറ്റ്സർലാൻഡിൽ പ്രാവർത്തികമാകുന്നത്. 2022 തന്നെ ബുർഖ നിരോധനത്തിനുള്ള ചർച്ചകൾ സ്വിറ്റ്സർലാൻഡിൽ ഉയർന്നിരുന്നതാണ്. പിന്നീട് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ 51.2% ആളുകളും ബുർഖ നിരോധനത്തെയാണ് അനുകൂലിച്ചത്. 48.8% ആളുകൾ മാത്രമാണ് അതിനെ എതിർത്തത്. സ്വിറ്റ്സർലാൻഡിലെ വലതുപക്ഷ പാർട്ടിയായ SVP ആണ് ഇത്തരമൊരു നിരോധനാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. സ്വിറ്റ്സർലാൻഡിലെ തെരുവുകളിൽ പ്രതിഷേധക്കാരും സമരക്കാരും മുഖം മറയ്ക്കുന്നത് പതിവാണ്. അതിന്റെ ഭാഗമായി എന്തെങ്കിലും തീവ്രവാദ ശ്രമങ്ങൾ നടന്നാൽ അതിനെ തിരിച്ചറിയാനാണ് അവർ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചത്. തീവ്രവാദം നിർത്തൂ എന്ന ക്യാമ്പയിനാണ് പാർട്ടി മുന്നോട്ട് വെച്ചത്. ഇസ്ലാം വിശ്വാസികൾക്കെതിരായിരുന്നില്ല ഇവരുടെ ക്യാമ്പയിൻ, പക്ഷേ തീവ്രവാദത്തിനെതിരായിരുന്നു. പിന്നീട് ക്യാമ്പയിൻ ബുർഖ ബാൻ എന്നറിയപ്പെടുകയായിരുന്നു. ആ സമയം ജനങ്ങൾ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റ് ഈ ആവശ്യത്തെ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ നിയമത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ഇപ്പോഴിതാ നിയമം പ്രാബല്യത്തിലാവുകയും ചെയ്യുന്നു. ഈ നിയമപ്രകാരം പൊതു ഇടങ്ങളിൽ മൂക്കോ വായോ കണ്ണോ മറയ്ക്കാൻ പാടില്ല. ആളുകൾക്ക് പ്രവേശനമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ഇനി ഈ നിയമത്തിന് എവിടെയെങ്കിലും ഇളവുണ്ടോ എന്ന കാര്യമല്ലേ? ഇളവുണ്ട്. വിമാനങ്ങൾ, മറ്റു രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളെല്ലാം അത്തരം ഇളവുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, കാലാവസ്ഥ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്യങ്ങൾ, മറ്റു കലാപരമായ കാര്യങ്ങൾ എന്നിവയോടനുബന്ധിച്ച് മുഖം മറയ്ക്കേണ്ടി വരുമ്പോൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഈ നിയമത്തിന് ഇളവുണ്ട്. ഇനി സുരക്ഷയുടെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ ഭാഗമായി മുഖം മറയ്ക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അധികാരികളിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി മുഖം മറയ്ക്കാൻ കഴിയും. സ്വിറ്റ്സർലാൻഡിൽ ബുർഖ ധരിക്കുന്ന 30 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. 8.6 ദശലക്ഷമാണ് സ്വിറ്റ്സർലാൻഡിലെ ജനസംഖ്യ. രാജ്യത്തെ ജനസംഖ്യയിൽ 8% മാത്രമാണ് മുസ്ലിങ്ങൾ. ഇവരിൽ അധികവും തുർക്കിയ, ബോസ്നിയ, കോസോവോ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ്. നിലവിൽ 16 രാജ്യങ്ങളാണ് ഇത്തരത്തിൽ നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. ഫ്രാൻസ് ആണ് ആദ്യമായി നിഖാബ് നിരോധനം കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യം. എന്നാൽ ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭ നിയമം പുനർപരിശോധിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു.